ഇന്നത്തെ കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇന്ത്യയിലുണ്ടായ ഡെവലപ്മെൻറ്റ്സിൽ ഇസ്രായേലിൻ്റെ എൽബിറ്റ് സിസ്റ്റം, ആ കമ്പനി ഇന്ത്യക്കുള്ളിൽ ഇൻഡിജിനിയസ് ആയിട്ട് നിർമ്മിച്ച സൂര്യാസ്ത്ര യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ, അത് നമ്മൾ ജനുവരി 26 ആ പരേഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തികച്ചും വളരെ പ്രൗഡ്ഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് ആയിട്ട് ഇസ്രായേലും ഇതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എൽബിറ്റ് സിസ്റ്റം ഇന്ത്യക്കുള്ളിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇസ്രായേലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ സൂര്യാസ്ത്ര യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ പ്രോജക്റ്റ് തുടർന്ന് കൊണ്ടുപോകാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ ആർമിയിലാണ് ഇത് ഇൻഡാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ആർമി തന്നെ ഓർഡർ കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും USNOI സെർജിയോ ഗോറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ അമേരിക്കയുമായിട്ട് ഇന്ത്യക്കുണ്ടാകുന്ന ട്രേഡ്, ഡിഫൻസ്, അതുപോലെ മിനറൽ കൊലാബറേഷൻ, ഈ 3 വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്പ് ലെവലിൽ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത്. ചർച്ചയ്ക്ക് ശേഷം രണ്ടുപേരും, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും അതുപോലെ തന്നെ സെർജിയോ ഗോറും എക്സ് പ്ലാറ്റ്ഫോമിൽ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇന്ത്യയിൽ നല്ല രീതിയിൽ ഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫെസിലിറ്റി ഇന്ത്യയിൽ നല്ല രീതിയിലുണ്ട്, അപ്പം മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് ഓഫർ ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൊപ്പോസൽ രാജ്നാഥ് സിംഗ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത് ഇന്ത്യക്കുള്ളിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യ മാർക്കറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് UAEക്കും അമേരിക്കയ്ക്കും പ്രാധാന്യം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഓയിൽ മാർക്കറ്റിലുള്ള ഇന്ത്യയുടെ ഇമ്പോർട്ടിൻ്റെ ആ ഒരു ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റഷ്യ മാത്രമല്ല അമേരിക്കയ്ക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതിനെ തുടർന്ന് ഒരു മിഡിൽ പ്ലെയർ ആയിട്ട് UAE എക്കാലത്തും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. UAE ഇന്ത്യക്ക് ഒരു പെർമനന്റ് ഓയിൽ ഇമ്പോർട്ടർ ആയിട്ട് മാറുകയാണ്. ബംഗ്ലാദേശ് എയർഫോഴ്സുമായിട്ട് ചൈന വളരെ ഡീപ്പ് ലെവലിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഡ്രോൺ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊക്കെ കൊടുക്കുകയാണ്. ഈ ഡ്രോൺ മാനുഫാക്ചറിങ്ങിൽ ഇവരെ മിടുക്കരാക്കിക്കൊണ്ട് പണ്ട് ഇന്ത്യ എങ്ങനെയാണോ ഇവർക്ക് ഗാർമെന്റ് ഉൽപ്പാദനത്തിൽ ഇവരെ മിടുക്കരാക്കിയത്, അതുപോലെ അല്ലാണ്ട് ഇപ്പോൾ ഡ്രോൺ, ഇലക്ട്രോണിക്സ് ആ രീതിയിൽ ചൈനയ്ക്കുള്ള ഒരു പ്രോക്സി സ്റ്റേറ്റ് ആയിട്ട് ബംഗ്ലാദേശ് മാറുകയാണോ എന്നുള്ളൊരു ഡൗട്ട് രൂപപ്പെട്ട് വരുന്നുണ്ട്. കാരണം ചൈനയുടെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ അവിടെ ശക്തിപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ സാഹചര്യം. ഡ്രോൺ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ബംഗ്ലാദേശിനെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചൈന. ഇന്ത്യയുടെ ഡിഫൻസ് സ്റ്റോക്ക് വീണ്ടും പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് പൊതുവേ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന ഡിഫൻസ് ഡീല്, അതുപോലെ തന്നെ നമ്മൾ മറ്റു പല രാജ്യങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ഇടപെട്ട കാലത്ത് വെച്ചിരിക്കുന്ന ട്രേഡ് ഡീലുകളൊക്കെ തന്നെ ഇതിനൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഗുവാഹത്തിയിലുള്ള റിഫൈനറിയിൽ, ഓയിൽ റിഫൈനറിയിൽ ഇന്ത്യയുടെ ആർമി, ഇന്ത്യയുടെ എയർഫോഴ്സ്, ഇന്ത്യയുടെ ഡിഫൻസ് DRDOയുടെ സ്പെഷ്യൽ നിർദ്ദേശപ്രകാരം സ്മോക്ക്ലെസ് ഫ്യൂവൽ പ്രൊഡക്ഷൻ അത് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്മോക്ക്ലെസ് ഫ്യൂവൽ പ്രൊഡക്ഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആർമിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്യൂവൽ, അതിൻ്റെ സ്മോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ഗുവാഹത്തി റിഫൈനറിയിൽ ഇങ്ങനെയുള്ളൊരു ഫ്യൂവൽ നമുക്ക് വേണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ഗുവാഹത്തി ഓയിൽ റിഫൈനറി സ്മോക്ക്ലെസ് ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതായിട്ടാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഇതൊക്കെ ഡീപ്പർ ലെവലിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മളുടെ ഓഫീസേഴ്സ് ഇതിനെ ഡിസൈഡ് ചെയ്ത്, തിങ്ക് ചെയ്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത്, എവിടെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത്, ഏതെല്ലാം തലത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പേര് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ, പക്ഷെ അതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു എഫേർട്ടാണ്. ഈ റഫേൽ ഫൈറ്റർ ജെറ്റൊക്കെ പാകിസ്ഥാൻ ഏത് റഫേൽ ഫൈറ്റർ ജെറ്റാണോ അടിച്ച് വീഴ്ത്തിയതെന്ന് പറഞ്ഞത്, അവർ കോട്ട് ചെയ്ത അതേ നമ്പറിലുള്ള ഫൈറ്റർ ജെറ്റാണ്, റഫേൽ ഫൈറ്റർ ജെറ്റാണ് നമ്മൾ ജനുവരി 26 പരേഡിൽ പറപ്പിച്ചത്. അത് ലോകം കണ്ടതാണ്. ഇതൊക്കെയാണ് ഇന്ത്യ കൊടുക്കുന്ന മെസ്സേജ്. അതായത് ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ ചെറുതാക്കി കാണരുത്. അത് വളരെ ഡീപ്പ് ലെവലിൽ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷനാണ്. പെഹൽഗാമിൽ തീവ്രവാദ ആക്രമണം നടത്തിയ ഉടനെ തന്നെ നമ്മൾ തിരിച്ചടിക്കാമെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ എയർക്രാഫ്റ്റ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയതല്ല. നമ്മൾ കുറച്ച് ടൈം എടുത്ത് അതിന് കൃത്യമായിട്ട് പ്രിപ്പറേഷൻസ് നടത്തി നമ്മൾ ആ ഒരു സ്പെസിഫിക് ആക്രമണം നടത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പോയി നടത്തിയത്. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗ, പുള്ളിക്കാരൻ ഒരു നിർണായകമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഇന്ത്യയുടെ ഗ്രോത്ത്, വികസിത് ഭാരത് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രോത്തിലേക്ക് ഇന്ത്യ പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലായിരിക്കും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. നമ്മൾ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനി ഡെവലപ്പ് ചെയ്യാൻ. ചൈനയെ പോലെയോ അല്ലെങ്കിൽ അമേരിക്കയെ പോലെയോ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെയോ ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന റോഡുകളോ അല്ലെങ്കിൽ വളരെ
പെർഫെക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ മെത്തേഡോ ഒന്നുമല്ല ഇന്ത്യയിലുള്ളത്. അതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. പുതിയ പുതിയ കൺസ്ട്രക്ഷൻ മെത്തേഡുകളും പുതിയ റോഡുകളൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം നിലവിൽ വരുന്നതേ ഉള്ളൂ. ഇനിയും എത്രയോ നഗരങ്ങളിൽ നമുക്ക് മെട്രോ കണക്ടിവിറ്റി ഉണ്ടാക്കാനുണ്ട്. ഇന്ത്യയിലുള്ള വികസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യയിൽ. അത് ഓപ്ഷൻ ഉള്ള സ്ഥലത്താണല്ലോ ഇൻവെസ്റ്റ്മെന്റിന് സാധ്യതയുള്ളത്. അവിടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ജനങ്ങൾക്ക് ജോലി കിട്ടുന്നത്, അവിടുത്തെ ജനങ്ങൾക്ക് ആ ജനങ്ങളുടെ കൈകളിൽ പൈസ പോകുന്നത്, ആ ജനങ്ങൾ ആ പൈസ വാങ്ങിച്ച് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് GDP റൊട്ടേറ്റ് ആകുന്നത്. അപ്പോൾ ഇത് വലിയ സംരംഭമാണ്. അപ്പോൾ വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ഇന്ത്യക്കുള്ളിൽ ഇനിഷ്യേറ്റ് ചെയ്യാനുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ് ഇന്ത്യയുടെ നട്ടല്. അതിൽ കൂടെയാണ് ഇന്ത്യ വികസിത് ഭാരത് എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് നടന്നു നീങ്ങാനുള്ളത്. അപ്പോൾ ഇത് ഇന്ന് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബാങ്ക ഇതിനെക്കുറിച്ച് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തിരിച്ചറിവില്ലാതെ അമേരിക്ക ഒരു 50% താരിഫ് ഇട്ട ഉടനെ അങ്ങ് ഇന്ത്യ തകർന്നു പോകും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിളൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യക്കുള്ളിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യയുടെ ഓപ്ഷൻസ് തന്നെ വേറെയാണ്. അമേരിക്ക ചിന്തിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഈ ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്ന ആ സാധനങ്ങൾ മാത്രമല്ല ഇന്ത്യ. അപ്പൊ ആ വരുമാനത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതും കൂടി നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ആൾക്കാരൊക്കെ ഒരു വട്ടം വരയ്ക്കുകയാണ്. താരിഫ് എന്ന് പറഞ്ഞൊരു വട്ടം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ കിടന്നിങ്ങനെ കറങ്ങുകയാണ്. ഇപ്പൊ ഇന്ത്യ ഈ ഒരു ഓയിൽ ഇറക്കുമതി ഡൈവേഴ്സിഫൈ ചെയ്ത സ്ഥിതിക്ക് അമേരിക്ക തീർച്ചയായിട്ടും ആ 25% താരിഫ് പുനറ്റീവ് താരിഫ് എടുത്ത് കളയും. അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബൈലേറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യും. ഉറപ്പാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറി വരുന്നത്. യൂറോപ്പുമായിട്ട് സൈൻ ചെയ്ത ഈ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, ഡിഫൻസ് പാക്ട്, ഇതെല്ലാം തന്നെ അമേരിക്കയെ ചിന്തിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ നാസയും ഇന്ത്യയുടെ ISROയും കൂടി ചേർന്നിട്ട് നിസാർ എന്ന് പറഞ്ഞിട്ട് ഒരു സാറ്റലൈറ്റ് നമ്മൾ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഓർബിറ്റിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെ തുടർന്ന് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇമേജ് പുറത്തു വന്നിട്ടുണ്ട്. ആ ഇമേജ് ശരിക്കും അമേരിക്കയിലെ മിസിസിപ്പി റിവറിന്റെ ഡെൽറ്റ റീജിയനെ ക്ലിയർ ആയിട്ട് പിക്ചർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള ക്ലൗഡ് ഉണ്ട്. ഇതിന്റെ മുകളിൽ ക്ലൗഡ് ഉണ്ട്. ഇപ്പൊ ഈ പിക്ചർ എടുക്കുന്ന സമയത്ത് ഈ ക്യാമറയുടെ ആക്യുറസി, ഈ മിഷന്റെ പ്രത്യേകത തന്നെ ഈ ക്ലൗഡ് എല്ലാം നീക്കം ചെയ്തുകൊണ്ട് ക്ലൗഡിന് താഴെ എന്താണോ കൃത്യമായിട്ട് എർത്തിന്റെ ക്ലിയർ പിക്ചർ അത് പകർത്താൻ ഈ നിസാറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഈ ബ്ലൂ കളറിൽ അവിടെയൊക്കെ കാണുന്നത് ഈ ക്ലൗഡ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഈ ക്ലൗഡിനെ പെനട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പിക്ചർ എടുക്കാനുള്ള കപ്പാസിറ്റി നിസാറിനുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിലുള്ള പിക്ചർ വളരെ ക്ലിയർ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് പകർത്തിയിരിക്കുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ട് ഈ അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തും കടന്നു വന്ന ഫിഷർമാൻ, അതായത് ഈ മത്സ്യത്തൊഴിലാളികളെ 2 കൂട്ടരും അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ബംഗ്ലാദേശിന്റെ സൈഡിൽ 23 പേരും, അതേപോലെ ബംഗ്ലാദേശികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യയിൽ 128 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്, ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈവശം വെച്ചിരുന്ന ബോട്ടുകളും ഇവരുടെ മീൻ പിടിക്കുന്ന വല ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടുണ്ട്. ഇപ്പോൾ വെനിസ്വേലയുടെ ഉള്ളിൽ ഒരു റിഫോർമേഷൻ, അത് ട്രംപ് പറഞ്ഞിട്ട് തന്നെയായിരിക്കും, അല്ലാതെ ട്രംപ് പറയാതെ റോഡ്രിഗസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. റോഡ്രിഗസ് അവിടുത്തെ നിലവിലെ പ്രസിഡന്റാണ്. അപ്പം അവരെടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ ഒരു റെഫറൻഡം പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് ഇനി വെനിസ്വേലയുടെ ഉള്ളിലുള്ള എണ്ണ കമ്പനികളെ ഗവൺമെന്റ് മാത്രം ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ പ്രൈവറ്റൈസേഷൻ ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രൈവറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻഡം പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇനിയിപ്പോൾ പ്രൈവറ്റ് കമ്പനികളെ അവിടെ കൊണ്ടുവരാം. അപ്പോൾ അത് ചിലപ്പോൾ അമേരിക്കൻ കമ്പനി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്ത് അമേരിക്കയ്ക്ക് കച്ചവടം ചെയ്യാൻ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ അവിടുത്തെ നിയമം മാറ്റി കുറിക്കുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വളരെ വ്യക്തമാണ് റോഡ്രിഗസ് ഏത് സൈഡിലാണെന്നുള്ളത്. നമ്മൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, റോഡ്രിഗസ് അമേരിക്കയുടെ വക്താവായിട്ട് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അല്ലാതെ അവർക്ക് അവിടെ നിന്ന് ഭരിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നിയമ പരിഷ്കരണം ഇത് അതിന് തെളിവും കൂടിയാണ്. എണ്ണ കമ്പനികളെ പ്രൈവറ്റൈസേഷൻ ചെയ്യാനുള്ള ഈ നിയമം പാസ്സാക്കിയതോടുകൂടി ആ വിഷയത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ട്രംപ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ആദ്യത്തെ ടാസ്ക് ട്രംപിന്റെ പൂർത്തിയായി വെനിസ്വേല, അത് കഴിഞ്ഞിട്ട് ക്യൂബയിലോട്ട് ഇപ്പോൾ ഇറങ്ങാണ്. അതാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ റിസർച്ചേഴ്സ് ഒരു സുപ്രധാന കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. 3.4 വോൾട്ടിന്റെ ഗ്രാഫൈൻ സൂപ്പർ കപ്പാസിറ്റേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടെത്തിയത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടെത്തിയത് കൊണ്ട് ഈ കപ്പാസിറ്റർ നമ്മൾ സോളാർ എനർജി സ്റ്റോറേജ് ചെയ്യുന്ന ബാറ്ററികളിലും അതുപോലെ തന്നെ നമ്മളുടെ EV ഇലക്ട്രോണിക് വാഹനങ്ങൾ ഗാഡ്ഗറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികളിലൊക്കെ നമ്മൾ ഇത് ഇൻബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നേരം ചാർജ് കപ്പാസിറ്റി നിലനിർത്താൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വലിയൊരു പ്രത്യേകതയാണ്. കാരണം ഇത് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ചാർജ് കുറേ നേരം നീണ്ടു നിൽക്കാൻ സഹായകരമാവും. കുറച്ച് നേരം ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് നീണ്ട ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ആ ഒരു രീതിയിലേക്ക് മാറും കാര്യങ്ങൾ.
ഈ കപ്പാസിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ സോളാർ അതേപോലെ തന്നെ EV പവർ സ്റ്റോറേജുകളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് യൂസ്ഫുൾ ആവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഇത് അഡ്രസ് ചെയ്യുന്നത് മേക്കിംഗ് സിഗ്നിഫിക്കന്റ് അഡ്വാൻസ്മെന്റ് ഇൻ റിന്യൂവബിൾ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആപ്ലിക്കേഷൻസ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 2.7 വോൾട്ടിന്റെ കപ്പാസിറ്റേഴ്സ് ആണ്. ഇതിനെ കൺവെൻഷണൽ കപ്പാസിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിനെ മറികടക്കുന്ന രീതിയിലാണ് ഈ 3.4 വോൾട്ട് സൂപ്പർ കപ്പാസിറ്ററുകളുടെ കണ്ടുപിടുത്തം. അപ്പോൾ എന്തായാലും കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ തുടരട്ടെ. അപ്പോൾ അങ്ങനെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.